മലയാളം സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, അതിന് കണക്കുണ്ടെന്നും ബിനോയ് വിശ്വം. VD സതീശനെതിരായ പുനർജനി അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പാണെന്നും ബിനോയ് വിശ്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത കട്ടപ്പന കോൺഗ്രസിലെ ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കും അവസാനിക്കുന്നില്ല. കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിച്ച AICC അംഗം അഡ്വക്കേറ്റ് DM അഗസ്ത്യയെ തോൽപ്പിച്ചതാണെന്ന പ്രസ്താവനയുമായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് രാജു. മൂന്നാറിൽ KSRTC ഡിപ്പോയുടെ വികസനത്തിനായി വേണ്ടുന്ന വിവിധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെന്ന് KSRTC MD PS പ്രമോദ് ശങ്കർ പറഞ്ഞു. ഡിപ്പോയുടെ ഭാഗമായി പണി കഴിപ്പിക്കുന്ന ഡോർമെറ്ററിയുടെ ജോലികൾ ഉടൻ തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകുമെന്നും MD. മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് 900 ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ആവശ്യമെങ്കിൽ 100 ബസ്സുകൾ കൂടി അനുവദിക്കുമെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, അതിന് കണക്കുണ്ട്. വഴിവിട്ട സഹായങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാണ് ഫണ്ട് വാങ്ങിയെന്ന് തന്നെ പറയുമെന്നും ബിനോയ് വിശ്വം. VD സതീശനെതിരായ പുനർജനി അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പാണെന്നും കോൺഗ്രസിൽ VD സതീശനെ ഇതുവരെയും പിന്തുണയ്ക്കാത്തവരും ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം എത്തി. പേടിയുള്ളവർ എല്ലാവരും ഒപ്പം നിന്നോളൂ എന്ന് പറഞ്ഞ പുരാണ കഥാപാത്രമാണ് VD സതീശൻ. LDFന് തിരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ആവശ്യം ഇല്ല, വെള്ളാപ്പള്ളിയുമായി തർക്കത്തിനില്ലെന്നും ബിനോയ് വിശ്വം കട്ടപ്പനയിൽ പറഞ്ഞു. വേറെ ഗൗരവമേറിയ രാഷ്ട്രീയ ദൗത്യം പൂർത്തീകരിക്കാനുണ്ട്. നിനക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് തർക്കത്തിൽ വരാൻ നേരെ സമയത്തുണ്ടാകും. എല്ലാ രഞ്ജിനിയെ പറ്റിയുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പും ഒന്നായി. എന്താ അതിനർത്ഥം? ഒരിക്കലും ഈ പ്രത്യേക ആളെ പിന്താങ്ങാത്തവരൊക്കെ അദ്ദേഹത്തെ പിന്താങ്ങി. കാര്യം അങ്കലാപ്പിൻ്റെ രൂക്ഷതയാണ്. ആ പാർട്ടിക്ക് അങ്കലാപ്പാണ്. പുനർജനയുടെ ഫലമായിട്ട് അന്വേഷണമുണ്ടായാൽ ആരൊക്കെ എടുക്കപ്പെടുമെന്ന് അവർക്കറിയില്ല. അത് കോൺഗ്രസ് പാർട്ടിയെ വല്ലാണ്ട് ബാധിക്കുന്നവർക്കറിയാം. അതെല്ലാം കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഈ അങ്കലാപ്പ്. അവർക്കറിയില്ലല്ലോ. LDFന് സ്റ്റണ്ടിൻ്റെ കാര്യമൊന്നുമില്ല. LDFന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരു സ്റ്റണ്ടും വേണ്ട, ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ നല്ല ഉറപ്പുണ്ട് LDFന്. അതിൻ്റെ പേരാണ് ആത്മവിശ്വാസം. അതുകൊണ്ട് LDFന് സംശയം പറയാൻ കഴിയും. മൂന്നാം മൂല ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത കട്ടപ്പന കോൺഗ്രസിലെ ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കും അവസാനിക്കുന്നില്ല. കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിച്ച AICC അംഗം അഡ്വക്കേറ്റ് DM അഗസ്ത്യയെ തോൽപ്പിച്ചതാണെന്ന പ്രസ്താവനയുമായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് രാജു. സംസ്ഥാനമെങ്ങും UDF തരംഗമടിച്ചപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പുറകോട്ട് പോവുകയാണ് ചെയ്തതെന്നും പ്രശാന്ത് രാജു കുറ്റപ്പെടുത്തി. കട്ടപ്പനയിലേക്ക് വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുന്ന ലെവലിലേക്ക് പോയി. ഒരു ചെറുപ്പക്കാർക്ക് പോലും അവസരം കിട്ടിയില്ല. INTUC, കർഷക കോൺഗ്രസ്, പോഷക സംഘടനകൾക്കൊന്നും തന്നെ അവസരം ലഭിച്ചില്ല. യഥാർത്ഥത്തിൽ പോഷക സംഘടനയിലുള്ള വളർന്നു വരുന്ന ആളുകളെ കൂടി വളർത്തിയെടുത്താൽ മാത്രമല്ലേ പിന്നീട് ഒരു തലമുറ മാറ്റത്തിലേക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ. ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ അറിയാം. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ജനങ്ങൾക്ക് ബോധ്യം വരുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഒരു കാട്ടിൽ 2 സിംഹം വേണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർട്ടിയിൽ ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് പങ്കുണ്ടോ എന്ന് പുനഃപരിശോധിക്കണം. ഏതായാലും ഈ വിഷയങ്ങളെല്ലാം കണക്കെടുത്തുകൊണ്ട് ഞങ്ങൾ KPCCക്ക് അദ്ദേഹത്തിന്റെ പരാതിയെ സംബന്ധിച്ച് പഠിക്കുന്നതിന് പരാതി നൽകിയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്നും ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കട്ടപ്പന മുനിസിപ്പാലിറ്റി അഡ്വക്കേറ്റ് DM അഗസ്ത്യയുടെ പരാജയം സ്വന്തം വാർഡിൽ അദ്ദേഹം തോറ്റതല്ലെന്നും അദ്ദേഹത്തെ തോൽപ്പിച്ചതാണെന്നും വെളിപ്പെടുത്താൻ മുമ്പോട്ട് വന്നിരിക്കുകയാണ് കട്ടപ്പന കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ പ്രശാന്ത് രാജു. ഒരു കാട്ടിൽ 2 സിംഹം വേണ്ട എന്ന നിലപാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകളില്ല എന്ന് ആവർത്തിച്ച് UDF കൺവീനർ ശ്രീ ജോയ് വെട്ടിക്കുഴി വ്യക്തമാക്കുമ്പോഴും
കോൺഗ്രസിലെ പടലപ്പിടക്കങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ കോൺഗ്രസിന് 23 അംഗങ്ങൾ ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഭരണം നിലനിർത്തെങ്കിലും അത് 20 അംഗങ്ങളായി കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചു എന്നും സ്ഥാനാർത്ഥികൾ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും പുതുമുഖങ്ങൾക്കും യുവജനങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയില്ല എന്നും പ്രസാദ് രാജ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇടുക്കി DCC യൂത്ത് കോൺഗ്രസ് മതിയായ പ്രാതിനിധ്യം നൽകിയപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നവർ തന്നെ വീണ്ടും വാർഡ് മാറി മത്സരിച്ച അവസ്ഥയാണ് കാണുവാൻ സാധിച്ചത്. ഇതിനെ ജനങ്ങൾ പരാജയപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രശ്നങ്ങൾക്കെതിരെ KPCC പരാതിയുമായി മുമ്പോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞു. നിയമസഭാ ഇലക്ഷൻ പടിവാതിൽക്കെത്തിയ സമയത്താണ് കോൺഗ്രസിനുള്ളിലെ ഈ ഗ്രൂപ്പ് വഴക്ക് മറനീക്കി പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷീനു ഫിലിപ്പ്. മൂന്നാറിൽ KSRTC ഡിപ്പോയുടെ വികസനത്തിനായി വേണ്ടുന്ന വിവിധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെന്ന് KSRTC MD PS പ്രമോദ് ശങ്കർ പറഞ്ഞു. KSRTC സംബന്ധിച്ച് മൂന്നാർ ഒരു പ്രധാന കേന്ദ്രമാണ്. ഡിപ്പോയുടെ ഭാഗമായി പണി കഴിപ്പിക്കുന്ന ഡോർമെറ്ററിയുടെ ജോലികൾ ഉടൻ തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകും. MLA ഫണ്ട് ഉപയോഗിച്ച് മൂന്നാറിൽ ആധുനിക ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതായും KSRTC MD അറിയിച്ചു. മൂന്നാർ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ശുചിമുറികളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഓൾറെഡി ഇവിടെ ഒരു ശുചിമുറി സംവിധാനങ്ങളുണ്ടെങ്കിലും അത് കൂടുതൽ ഒരു നല്ലൊരു ഡോർമെറ്ററി സംവിധാനം അതിൻ്റെ ഏതാണ്ട് പണി ചില കാരണങ്ങളാൽ ചെറിയ ഡിലേ വന്നെങ്കിലും അത് ഉടനെ തന്നെ അത് പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മളിപ്പോൾ അടുത്ത് തന്നെ ഈ മൂന്നാറിലെ ഈ ഏറ്റവും വിലപ്പെട്ട ഈ ഭൂമി എത്രത്തോളം മോണിറ്റൈസ് ചെയ്ത് KSRTCക്ക് ആദായകരമാവുന്നതിനോടൊപ്പം പൊതുജനങ്ങൾക്ക് എത്രത്തോളം അത് ഉപയോഗപ്രദമാകും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് പല പദ്ധതികളും ഉടനെ തന്നെ നടപ്പിലാവുന്നു. അതിനെ കുറച്ച് കാര്യങ്ങളുടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി തന്നെ ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ടിൽ നിന്നുള്ള ബസ് ആധുനിക ടെർമിനൽ ഒരു എണ്ണം മൂന്നാറിൽ നമ്മളിപ്പോൾ രാവിലെ കൂടി നമ്മൾ അതിൻ്റെ ഒരു ചർച്ച നടത്തിയിരുന്നു. വരുന്ന ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ അതിൻ്റെ കുറച്ച് ചില സാങ്കേതികൾ നീക്കേണ്ടതുണ്ട്. അത് കാരണം ഇവിടെ ബാക്കിയുള്ള കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടി ചെയ്ത് അതും ഉടനെ തന്നെ വരാനുള്ള എല്ലാ കാര്യങ്ങളും ആവിഷ്കരിച്ച് വരികയാണ്. ഇനി ശരണമന്ത്രം. മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് 900 ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ആവശ്യമെങ്കിൽ 100 ബസ്സുകൾ കൂടി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പമ്പയിൽ നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്നതിനനുസരിച്ച് പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും. പരാതികൾ കുറഞ്ഞ ഒരു സീസണായിരുന്നു ഇത്തവണത്തേതെന്ന് മന്ത്രി പറഞ്ഞു. പമ്പയിൽ വന്ന് അയ്യപ്പന്മാരുമായി സംസാരിച്ചിരുന്നു. KSRTCയുടെ സേവനങ്ങൾ സംതൃപ്തരാണ് അയ്യപ്പന്മാർ എന്ന് ബോധ്യപ്പെട്ടു. മികച്ച രീതിയിൽ KSRTC സർവീസുകൾ നടത്തുന്നത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇത്തവണ റോഡ് അപകടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നതും ആശ്വാസകരമാണെന്ന് മന്ത്രി പറഞ്ഞു. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ അടുത്ത സീസണിൽ ഒരുക്കും. പമ്പ ശ്രീരാമസാകേതം ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രമോദ് ശങ്കർ, സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ അരുൺ S. നായർ തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സിറ്റി വിഷൻ സന്നിധാനം. ശബരിമല മുഖ്യ ഇടത്താവളമായ കുമളിയിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് താൽക്കാലികമായി വിരിപ്പന്തൽ നിർമ്മിച്ചു നൽകി. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പഞ്ചായത്ത് ഓഡിറ്റോറിയം നേരത്തെ നിലനിന്നിരുന്ന സ്ഥലത്താണ് വിരിപ്പന്തൽ സജ്ജീകരിച്ചത്. വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് നിർവഹിച്ചു. ശബരിമല തീർത്ഥാടന പാതയിലെ മുഖ്യ ഇടത്താവളമായ കുമളിയിൽ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയായിരുന്നു കുമളി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പഞ്ചായത്ത് ഓഡിറ്റോറിയം മുൻ ഭരണസമിതിയുടെ കാലത്ത് പൊളിച്ചു മാറ്റിയിരുന്നത്. എന്നാൽ വിവിധ കാരണങ്ങൾ കൊണ്ട് പുനർനിർമ്മാണം നടന്നില്ല. എല്ലാ വർഷവും ശബരിമല തീർത്ഥാടന സമയത്ത് തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ വിരിപ്പന്തൽ സജ്ജീകരിച്ചിരുന്നു. ഇത്തവണ ഓഡിറ്റോറിയം പൊളിച്ചു മാറ്റിയിരുന്നതിനാൽ തീർത്ഥാടകർക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് താൽക്കാലികമായി വിരിപ്പന്തൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വിരിപ്പന്തലിന്റെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് നിർവഹിച്ചു. ഭരണസമിതി ഒന്നടങ്കം തീരുമാനിച്ചു. നമുക്ക് പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് ഇല്ലാതെ ഇതിനൊന്നും പണം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് വീണ്ടും പോയി കലക്ടറെടുത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീല ടീച്ചറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന ചടങ്ങിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം, സന്തോഷ് P. ഉമ്മൻ,
ബിജു ദാനിയൽ, ശൈലജ ഹൈദ്രോസ് ഉൾപ്പെടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിശ്രമിക്കാനെത്തിയ തീർത്ഥാടകർക്ക് പൂക്കൾ നൽകി നേതാക്കൾ സ്വീകരിച്ചു. UDF നേതാക്കളായ PP റഹീം, KS മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കുമളി. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. രാജക്കാട് ടൗണിൽ തകർന്നു കിടന്ന റോഡ് 8ാം വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴിയുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് കല്ലും മണ്ണും നിറച്ച് സഞ്ചാരയോഗ്യമാക്കി. നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. രാജക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും വെബ്കോ ജംഗ്ഷനിലേക്ക് 600 മീറ്റർ നീളവും 8 മീറ്റർ വീതിയും വരുന്ന ബൈപ്പാസ് റോഡാണ് നാട്ടുകാരുടെ സഹായത്തോടെ സഞ്ചാരയോഗ്യമാക്കിയത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം ടൗണിലെ ജനങ്ങളോട് പറഞ്ഞത് 5 ദിവസത്തിനകം ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നാണ്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കിയ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴിയെ വിവിധ സംഘടനകളും അഭിനന്ദിച്ചു. ഞാൻ ഏറെ സന്തോഷവാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം രാജക്കാട് പഞ്ചായത്തിൽ 8ാം വാർഡിൽ വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ രാജക്കാടിലെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ബിവറേജിൻ്റെ ബൈപ്പാസ് റോഡ് മൊത്തം കുഴിയായി കിടക്കുകയും കഴിഞ്ഞ മഴക്കാലം മുതൽ 1 വർഷമായിട്ട് ഇത് ആളുകൾക്ക് നടക്കാൻ പറ്റാതെയും വാഹനം ഓടാൻ പറ്റാതെയും കിടക്കുന്ന അവസ്ഥയിൽ കിടന്നപ്പോൾ ഞാൻ ഈ നാട്ടിലെ ആളുകൾക്കൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. ഈ റോഡ് ഞാൻ ജയിച്ചാൽ ഉടൻ തന്നെ ഈ റോഡിൻ്റെ പണി അത്യാവശ്യം വാഹനം ഓടാവുന്ന സംവിധാനം ആക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കെട്ടം പൊളിച്ചത് മുഴുവൻ കൊണ്ടുപോയി ഈ റോഡിൽ ഇട്ട് നിരത്തിക്കൊണ്ട് JCB ഉപയോഗിച്ച് നിരത്തിക്കൊണ്ട് ആളുകൾക്കും വാഹനങ്ങൾക്കും സുഖമായ രീതിയിൽ നടക്കാൻ പറ്റുന്നൊരു സംവിധാനം ഞാൻ ഉണ്ടാക്കി. ഈ റോഡ് MPയുടെയോ MLAയുടെയോ ഫണ്ട് തരപ്പെടുത്തി ടാറിംഗ് കൂടി നടത്താൻ ശ്രമിക്കുമെന്നും അങ്ങനെയായാൽ ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്നും അതിനായി പരിശ്രമം നടത്തുമെന്നും ജോഷി കന്യാക്കുഴി വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജക്കാട്. ദേശീയപാത 85 അടിമാലി വാളറയിൽ വാഹനാപകടം. വിദ്യാർത്ഥികളുമായി വിനോദസഞ്ചാരത്തിനെത്തിയ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ മൺതിട്ടയിൽ ഇടിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. ദേശീയപാത 85 അടിമാലി വാളറയിലാണ് അപകടം നടന്നത്. വിദ്യാർത്ഥികളുമായി വിനോദസഞ്ചാരത്തിനെത്തിയ ടൂറിസ്റ്റ് ബസ്സാണ് രാവിലെ 9:30 അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാതയോരത്തെ മൺതിട്ടയിൽ ഇടിക്കുകയായിരുന്നു. സംഭവ സമയത്ത് വാഹനത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. വിനോദസഞ്ചാര സംഘം മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്നുവെന്നാണ് വിവരം. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മൺതിട്ടയിൽ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. എതിർവശത്തേക്ക് ബസ് നീങ്ങിയിരുന്നെങ്കിൽ ഭീകരമായ കൊക്കയിലേക്ക് പതിക്കുകയും വലിയ അപകടത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമായിരുന്നു. സിറ്റി വിഷൻ, അടിമാലി.
കുഞ്ചത്തണ്ണി സർക്കാർ ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ചിന്റെ 50 വർഷത്തെ പുനഃസംഗമം ഈ മാസം 11 നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിപുലമായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളതെന്നും ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ ഒത്തുചേരലിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും സംഘാടക സമിതി അറിയിച്ചു. കുഞ്ചത്തണ്ണി സർക്കാർ ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ച് കലാലയത്തിന്റെ പടികളിറങ്ങിയിട്ട് 50 വർഷം തികയുകയാണ്. കലാലയ ജീവിതത്തിന്റെ മധുരം വറ്റാത്ത ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കം നൽകാനും പോയകാല ജീവിതാനുഭവങ്ങൾ പൊടിതട്ടാനും സൗഹൃദങ്ങൾ പങ്കിടാനും ലക്ഷ്യമിട്ടാണ് 1975-76 SSLC ബാച്ച് വീണ്ടും ഒത്തുചേരലിന് ഒരുങ്ങുന്നത്. ബാച്ചിന്റെ 50 വർഷത്തെ പുനഃസംഗമം ഈ മാസം 11 നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2026 ജനുവരി 11 ഞായറാഴ്ച 10 മണി മുതൽ ഗവൺമെൻറ് ഹൈസ്കൂൾ കുഞ്ചത്തണ്ണി ഓഡിറ്റോറിയത്തിൽ 1975-76 ബാച്ചിൽ 10ാം ക്ലാസ് പഠിച്ച ഞങ്ങളുടെ ചങ്ങാതി കൂട്ടം ഒത്തുചേരുകയാണ്. ഈ ഒത്തുചേരലിലേക്ക് മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാച്ചിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റവും സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 10 സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിനും പരിപാടികൾക്കുമൊപ്പം സ്നേഹവിരുന്നും നടക്കും. പരിപാടികളിലേക്ക് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതായും സംഘാടക സമിതി ഭാരവാഹികളായ ജോയി KC, പീറ്റർ KP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സോമനാഥൻ, ബാബു KM, പ്രദീപ്, സുധാകരൻ, മോഹനൻ, ജേക്കബ്, ത്രേസ്യാമ്മ, ഓമന, ഷേർലി, ഗ്രേസി എന്നിവർ സംഘാടകരായാണ് സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പുറ്റടി സ്പൈസസ് ഹിൽസ് 2026 ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. സോൺ 22 പ്രസിഡന്റ് ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്തു. 148 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ 18-നും 40-നും വയസ്സിനിടയിൽ പ്രായമുള്ള യുവജനങ്ങളുടെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ്. നേതൃത്വ വികസനം, സാമൂഹ്യ സേവനം, സംരംഭകത്വം, സൗഹൃദം എന്നിവയിലൂടെ മാറ്റങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ സോൺ 22 പുറ്റടി സ്പൈസസ് ഹിൽസിന്റെ 2026 ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് വണ്ടൻമേട് സ്പൈസസ് സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ നടന്നത്. JCI അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് 22 സോൺ പ്രസിഡന്റ് ശ്യാം മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കളുടെ ഒരു സംഘടനയാണ്. എങ്ങനെയാണ് നമ്മളെ ഇൻഡിവിജ്വലി ഉയർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് സ്കിൽസ്. ഇപ്പൊ ജസ്റ്റിനിപ്പം പ്രസിഡന്റായി, ഞാനും എന്റെ 2022 പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അപ്പൊ അന്ന് എനിക്ക് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു മൈക്കിന് മുന്നിൽ വന്ന് 1 മിനിറ്റ് സംസാരിക്കാൻ, ഒരു 5 മിനിറ്റ് ഒരു പ്രസംഗം സംസാരിക്കാൻ എനിക്കുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഇന്ന് ഇപ്പം 4 വർഷങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ഈ സോണിന്റെ സോൺ പ്രസിഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് JCI എന്ന പ്രസ്ഥാനം തന്നേക്കുന്ന ലീഡർഷിപ്പ് സ്കിൽ കൊണ്ട് മാത്രമാണ്. 2025 പ്രസിഡന്റ് മഹേഷ് മോഹന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി ജസ്റ്റിൻ ജോസഫും സെക്രട്ടറിയായി ജോമേഷ് ജോസും ഖജാൻജിയായി വിഷ്ണു ഉണ്ണികൃഷ്ണനും സ്ഥാനമേറ്റു. സോൺ വൈസ് പ്രസിഡന്റ് ജിബിൻ C. മാത്യു, സോൺ ബിസിനസ് ഡയറക്ടർ സോബിൻ അക്കിലേട്ട്, പ്രോഗ്രാം ഡയറക്ടർ നിതിൻ S. തോമസ്, മീനു മാത്യു, അന്ന തെരേസ് ലിജോ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,635 രൂപ, പവന് 1,10,1080 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, അതിന് കണക്കുണ്ടെന്നും ബിനോയ് വിശ്വം. VD സതീശനെതിരായ പുനർജനി അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പാണെന്നും ബിനോയ് വിശ്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത കട്ടപ്പന കോൺഗ്രസിലെ ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കും അവസാനിക്കുന്നില്ല. കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിച്ച AICC അംഗം അഡ്വക്കേറ്റ് DM അഗസ്തിയെ തോൽപ്പിച്ചതാണെന്ന പ്രസ്താവനയുമായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് രാജു. മൂന്നാറിൽ KSRTC ഡിപ്പോയുടെ വികസനത്തിനായി വേണ്ടുന്ന വിവിധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെന്ന് KSRTC MD PS പ്രമോദ് ശങ്കർ പറഞ്ഞു. ഡിപ്പോയുടെ ഭാഗമായി പണി കഴിപ്പിക്കുന്ന ഡോർമെറ്ററിയുടെ ജോലികൾ ഉടൻ തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകുമെന്നും MD. മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് 900 ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ആവശ്യമെങ്കിൽ 100 ബസ്സുകൾ കൂടി അനുവദിക്കുമെന്നും മന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.